നമസ്കാരം. ഇന്ന് തത്വമയി ന്യൂസിനൊപ്പമുള്ളത് പ്രമുഖ മാധ്യമപ്രവർത്തകൻ, മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ ദേശീയ മാധ്യമങ്ങളിലടക്കം പ്രവർത്തകനായിരുന്ന രാജേന്ദ്രൻ സാറാണ്. സ്വാഗതം സാർ. സർ, ബംഗാളിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ബംഗാളിൽ മമതയുടെ ഒരു തോൽവി എന്ന് പറയുന്നത്. കേരളത്തിലെ ഇലക്ഷനും ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പതനം. അതുപോലെ തന്നെയാണ് 3 പതിറ്റാണ്ടോളം കാലം ബംഗാൾ അടക്കി ഭരിച്ചിരുന്ന മമതയുടെ ഒരു പതനം. ആ പതനത്തിനകത്ത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മമതയുടെ കെടുകാര്യസ്ഥത, പ്രത്യേകിച്ചും അവിടെ പീഡനങ്ങൾ പോലും ഉണ്ടാകുന്ന സമയത്ത് മമത കൊടുക്കുന്ന ഒരു നിസ്സംഗത, ഭരണത്തിനകത്തുള്ള ചില പ്രശ്നങ്ങൾ, പോരായ്മകൾ, അഴിമതി, ഭീകരത, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ അതായത് സാധാരണ ജനങ്ങളോട് ഒരു വിപ്രതിപത്തി, ഒരു ഇഷ്ടമില്ലായ്മ മമത കാണിക്കുന്നതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് BJP NDA അത് വളരെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യും ചില സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ അവിടെ വിജയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് NDAക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് സാർ സംസാരിക്കാനുള്ളത്? അപ്പോൾ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ കഴിഞ്ഞ ദിവസം 206 കിടന്നിരുന്ന BJPയുടെ അവിടുത്തെ ടാലി എന്ന് പറയുന്നത് ഒന്നുകൂടി വർദ്ധിച്ചിട്ട് ഇപ്പോൾ 207 ആയിട്ടുണ്ട്. 207 ആവാൻ കാരണം അവിടുത്തെ പിയൂർ ഘട്ട് എന്ന് പറയുന്ന മണ്ഡലത്തിൽ അവിടെ പീയൂഷ് സോദിയ എന്ന് പറയുന്ന ആളുകൂടി BJPക്ക് വേണ്ടി സീറ്റ് നേടിയിരിക്കുന്നു. അവിടെ ഏതാനും വോട്ടുകൾക്ക്, 207 വോട്ടുകൾക്കാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നതെങ്കിൽ ഒരു സീറ്റ് കൂടെ കൂടുകയാണ്. ആ 207 വോട്ടുകൾ എന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ തൃണമൂലിൻ്റെ ഗൂണ്ടകൾ, അവരുടെ ബൂത്ത് ഏജൻ്റന്മാരെന്ന് പറയുന്നത് ഗൂണ്ടകളാണ്. ആ ഗൂണ്ടകൾ അതിൽ തർക്കമുണ്ടാക്കുകയും ബഹളമുണ്ടാക്കുകയും അവർ വിചാരിച്ചത് ഈ സാധാരണ ബാലറ്റ് എണ്ണുന്നത് പോലെ തന്നെ ഈ എണ്ണം നടത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 200-ഉം 300-ഉം ഒക്കെ വോട്ടിൻ്റെ വ്യത്യാസം വരും. ആ ഒരു കെയറോപ്പിൽ ഈ മണ്ഡലം കൂടി പിടിച്ചടക്കാം എന്നാണ് അവർ വിചാരിച്ചത്. നാണം കെട്ട തോൽവിക്ക് ഒരു ചെറിയ പരിഹാരം, ഒരു ആശ്വാസം, ഒരു തലോടൽ എന്നുള്ള നിലയിൽ. പക്ഷേ അതല്ല സംഭവിച്ചത്. 207 എന്നുള്ള കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം തന്നെ ആ EVM മെഷീൻ കാണിച്ചു, ആ സത്യം കാണിച്ചു കൊടുത്തു. ഇവിടെ ഒരു വോട്ട് ചോരി നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായിട്ടൊരു തെളിവോടുകൂടി അവിടെ പീയൂഷ് സോദിയ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും BJPയുടെ സ്ഥാനാർത്ഥിയും ജയിക്കുക വഴി അവിടെ ഒരു സീറ്റ് കൂടി 206-ൽ നിന്ന് 207 ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അതായത് സത്യമേവ ജയതേ എന്ന് പറയുന്നത് അതുമാത്രമേ ജയിക്കുകയുള്ളൂ എന്നതിൻ്റെ ഏറ്റവും സ്പഷ്ടമായിട്ടുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ബംഗാളിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും മമത രാജിവെക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ രീതിയിൽ തുടർന്നാൽ എങ്ങനെയാണ്? പരിഹാസപാത്രമാകും. അവരെ വട്ടായിപ്പോയി. മാതൃഭൂമി പോലും അവരുടെ കാർട്ടൂൺ സ്ട്രിപ്പിൽ പോക്കറ്റ് കാർട്ടൂണിൽ പറഞ്ഞിരിക്കുന്നത് മമതയ്ക്ക് വട്ടായിപ്പോയി എന്നാണ്. അങ്ങനെ വിചാരിക്കുക, അള്ളിപ്പിടിച്ചിരിക്കുക കസേരയിൽ, അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴും. എന്തൊരു വിധി വൈപര്യമാണിത് അവർക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് മോദി ഗവൺമെൻറ്റും BJPയും കൂടി ഭരണഘടനയെ തകർക്കുന്നു എന്നെല്ലാം മുദ്രാവാക്യം രാഹുൽ ഗാന്ധിയോട് ചേർന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഈ സ്ത്രീ തന്നെ ഭരണഘടനയെ ലംഘിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. ബംഗാളിലെ ജനങ്ങളെ മുഴുവൻ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തിയാണ് കഴിഞ്ഞ 3 പ്രാവശ്യം അവർ വിജയിച്ചു കൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം ശക്തനായ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ അവിടെ വിന്യസിച്ച കേന്ദ്രസേനയുടെ ആ കാവലിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്തുകൊണ്ടാണ്? തൃണമൂൽ ഗുണ്ടകൾക്ക് ഒരു ലക്ഷ്മണരേഖ വരച്ചു. ആ ലക്ഷ്മണരേഖയിൽ നിന്നുകൊണ്ട് തന്നെ ആവോളം ഒരു ഗുണ്ടായുസവും അതുപോലെ തന്നെ അക്രമങ്ങളും കോലാഹലങ്ങളും ഒക്കെ നടത്തി. പലരും 1-2 പേരെ മരിച്ചുള്ളൂ. അല്ലെങ്കിൽ ഈ മരണമെന്ന് പറയുന്നത് 2 ഡിജിറ്റും കടന്നു പോകുമായിരുന്നു. അങ്ങനെ 29 മരണങ്ങൾ, 29 കൊലപാതകങ്ങൾ, 12 പീഡനങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ, അതോടൊപ്പം തന്നെ ഏകദേശം 960-ലേറെ തീവയ്പ് കേസുകളുണ്ടായിരുന്നു. ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടാതെ എത്രയോ അധികമാണ്. 60%-ലേറെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെയുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത കേസുകൾ മാത്രമാണിത്. അതിൽ തന്നെ ഏകദേശം 9000-ൽ-അധികം കേസുകൾ ഉണ്ടായിട്ട് കൂടി ശിക്ഷിക്കപ്പെട്ടത് ഏകദേശം 1200 കേസുകൾ മാത്രമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ്
കഴിഞ്ഞ തവണ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ഒത്താശയോടുകൂടിയാണ് ഈ കൊള്ളയും തീവയ്പ്പും ഒക്കെ നടന്നതെന്നുള്ളതാണ്. അതെ, അങ്ങനെ അക്രമം കൊണ്ടും ഭീഷണിപ്പെടുത്തൽ കൊണ്ടും അവിടെ സംഭവിക്കുന്ന കാര്യം ഞാൻ പറയാം, ചുരുക്കി പറയാം, വളരെ ലളിതമായിട്ട് പറയാം. ഓരോ ബൂത്തിലും ആളുകൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഗൂണ്ടകൾ വന്നിട്ട് പറയും, അത് പോളിംഗ് ഏജൻറ്റുമാരുൾപ്പെടെ, അവിടെ ഇരിക്കുന്ന പോളിംഗ് ഏജൻറ്റുമാരുൾപ്പെടെ പാവപ്പെട്ട ആൾക്കാരാണ്, അവർക്ക് പേടിയുണ്ട്, ഉള്ളിൽ പേടിയുമായിട്ടാണ് വോട്ട് ചെയ്യാൻ ചെയ്യുന്നത്. എന്ത് സംഭവിക്കും എന്നുള്ള പേടി, പലരും വോട്ട് ചെയ്യാൻ പോവില്ല, അവരുടെ വോട്ട് കാർഡ് വാങ്ങിച്ചുകൊണ്ട് തൃണമൂൽക്കാർ തന്നെ ആ വോട്ട് ചെയ്യും. നേരത്തെ CPM കാലത്തും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി സിദ്ധാർത്ഥ ശങ്കർ റേ ഭരിക്കുമ്പോഴും ഇതാണ് നടന്നിരുന്നത്. ഓരോ തവണയും ഈ ഗുണ്ടായുസവും ഈ ഗൂണ്ടകളുമൊക്കെ അടുത്ത് വരുന്ന ഗവൺമെൻറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. മാസമായിട്ട് അവർ കൂട്ടത്തോടെ മറ്റേ പാർട്ടി ഭരിക്കുന്ന ആരോ അവരുടെ കൂടെ കൊട്ടേഷൻ സംഘമായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അങ്ങനെ CPM വന്നു. ആ CPM മാസമായിട്ട് തൃണമൂൽ കോൺഗ്രസ്സിൽ വന്നിട്ടാണ് ഈ അരാജകത്വം അവിടെ നടത്തിക്കൊണ്ടിരുന്നത്, ഭരണഘടനയോടുള്ള വെല്ലുവിളി നടത്തിക്കൊണ്ടിരുന്നത്, അവിടെ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ മറവിലാണ് ഇക്കാലയും അത്രയും തൃണമൂൽ കോൺഗ്രസ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. ആ കള്ളി ഇപ്പോൾ വിളിച്ചതായി. സത്യമെന്താണെന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ SIR തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ വിജയമാണ് നേടിയത്. എന്നിട്ട് ആ വിജയം സത്യം സ്വർണം പോലെ സത്യവും നിത്യവുമായിട്ടുള്ളൊരു കാര്യത്തെ അംഗീകരിക്കുകയില്ല എന്നുള്ള ഒരു കാര്യമാണ് മമതാ ബാനർജി പറഞ്ഞുകൊണ്ട് അധികാരത്തിൻ്റെ കസേരയിൽ, മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറി അള്ളിപ്പിടിച്ചിരിക്കുക. എന്തൊരു നാണം കെട്ട പരിപാടിയാണിത്. അതിനേക്കാൾ എത്രയോ ഭേദമാണ്, ഞാൻ ആലോചിച്ചു പോവുകയാണ്, അവിടെ വീടുകളിൽ പോയിട്ട് ജോലി ചെയ്തുകൊണ്ട് കുടുംബം പുലർത്തിപ്പോകുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ പേര് കലിത മാജി എന്നാണ്. കലിത മാജിയെ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടിയുടെ പേരാണ് BJP. ആ BJP സ്ഥാനാർത്ഥി അവിടെ അതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന ആ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് MLA ആയിട്ട് മാറി. അതല്ലേ BJP എന്ന് പറയുന്ന പണക്കാരുടെയാണ്, സവർണരുടേതാണ്, ഠാക്കൂർമാരുടേതാണ്, ഗുണ്ടകളുടേതാണെന്നൊക്കെ പറഞ്ഞിരുന്ന തൃണമൂൽ കോൺഗ്രസിനുള്ള ഉചിതമായിട്ടുള്ള മറുപടി, അവിടെ ആ സ്ത്രീകളുടെ വിമോചനം, വനിതകളുടെ സംവരണം, ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന BJP കാണിക്കുന്ന ആത്മാർത്ഥതയുടെ പ്രതീകം കൂടിയല്ലേ. ഒരു പൈസ പോലും കയ്യിൽ ഇല്ലാതെ അവരെ സ്ഥാനാർത്ഥിയാക്കി, അവർ ജയിച്ചു, തിളങ്ങുന്ന ജയം. അതേസമയമാണ് 70 കോടി രൂപ വരെ ഇവിടെയുണ്ട്. ബംഗാളിലുള്ളതുപോലെ ഒരു ഭവാനിപ്പൂർ ഹരിയാനയിലുമുണ്ട്. ഭവാനിപ്പൂർ എന്നാണ് അതിന് പറയുന്നത്. ആ ഭവാനിപ്പൂരിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ആ സ്ഥാനാർത്ഥിയിൽ നിന്ന് 70 കോടി രൂപ വാങ്ങിച്ച ആളാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി വാശി പിടിച്ച് ഹൈക്കമാൻഡിനെ പോയി കാണാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന KC വേണുഗോപാൽ. നമ്മളതാണ് താരതമ്യം ചെയ്യേണ്ടത്. ആ ഫണ്ട് കൊണ്ട് മാത്രമാണ് UDFൻ്റെ വിജയത്തിൻ്റെ, കേരളത്തിലെ വിജയത്തിൻ്റെ ഒരു പ്രധാന കാര്യം KC വേണുഗോപാൽ മറിച്ച ഫണ്ടാണ്. നമ്മൾ കേരള രാഷ്ട്രീയമല്ല പറയുന്നത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ഒരു ജോലിക്കാരിയായ സ്ത്രീയെ കൊണ്ട് അവരെ 5 വീടുകളിൽ പോയി ജോലി ചെയ്താണ് കുടുംബം പുലർത്തുന്നത്, മക്കളെ നോക്കുന്നത്. അവർക്ക് ടിക്കറ്റ് നൽകിക്കൊണ്ട് അഴിമതിയില്ലാത്ത അവരിൽ നിന്ന് സാധാരണക്കാരുടെ ശബ്ദം, അതെ അതെ അവർ പറയുന്നത് എന്താ, എന്നിട്ട് ഇവർ പറയുന്നത് എന്താണ്, ഇവരെ പറയുന്നത് നല്ല വ്യക്തതയോടുകൂടിയിട്ടുള്ള ഉൾക്കാഴ്ചയുള്ള കാര്യങ്ങളാണ്. വിദ്യാഭ്യാസ രംഗം കൂടുതൽ നിലവാരമുള്ളതാക്കും, വിദ്യാഭ്യാസ രംഗത്തെ അഴിമതി ഇല്ലാതാക്കും. വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ കാലത്താണ് അവരുടെ ഒരു ബന്ധു ഓരോ സ്കൂൾ ടീച്ചർമാർക്കും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അവരിൽ നിന്ന് കൈക്കൂലിയായിട്ട് കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചത്. ഏതാണ്ട് 40,000-ഓളം അധ്യാപകരെയാണ് അങ്ങനെ ഗവൺമെൻറ്, ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള മമതാ ബാനർജി അറിഞ്ഞുകൊണ്ട് തന്നെ അഴിമതി നടത്തിയത്. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അതുപോലെയാണ് റോസ് വാലി ചിട്ടി പോലുള്ള കേസുകളിലെ അഴിമതി. ഇങ്ങനെ അഴിമതിയുടെ ദുർഭരണം നടത്തിയെടുത്ത് BJP നടത്തിയ മറുപടി. അതുപോലെ സ്ത്രീ സംവരണ ബില്ലിന് അവർക്ക് ആത്മാർത്ഥത ഉണ്ടെന്ന് കാണിക്കുന്ന ഒന്നുകൂടിയാണ് പിന്നാക്ക ജാതിയിൽപ്പെട്ട കലിത മാജിയെ അവിടെ അവരുടെ അധ്വാനം കൊണ്ടും വിയർപ്പ് കൊണ്ടും വിജയിപ്പിച്ചെടുത്തത്. ഏറ്റവും ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പുകൾ നടന്ന അസമിലും ബംഗാളിലും കേരളത്തിലും പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും നടന്ന തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പാഠവും അത് മാതൃകയാക്കാവുന്ന ഒരു പാഠം കൂടിയാണ് BJPയുടെ ഇവിടുത്തെ ബംഗാളിലെ കലിത മാജിയുടെ വിജയമെന്നുള്ള കാര്യത്തിൽ. ഒരു വീട്ടുജോലിക്കുന്ന സ്ത്രീ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ
എത്തിയിട്ടുണ്ടോ ഈ പദവിയിൽ MLA പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ടാവും, അങ്ങനെ സംഭവങ്ങളുണ്ടായിരിക്കാം. ഉണ്ടല്ലോ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, പാൽ വിറ്റ് ജീവിക്കുന്ന ആൾ, സ്ഥാനാർത്ഥിത്വം പോലും കൊടുത്തില്ല ഈ പ്രാവശ്യം. കോൺഗ്രസ് പണത്തിൻ്റെ പിന്നാലെ പോയി ഓരോരുത്തരോടും ഫീസ് വാങ്ങിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തി. അതല്ലേ നമ്മൾ കാണുന്നത്. അതിൻ്റെ മുമ്പിൽ എത്ര തിളക്കത്തോടെ നിൽക്കുന്ന ഒരു സത്യമാണ് BJP ഈ ബംഗാളിൽ കാണിച്ചത്. ഈ വിജയത്തിന് എന്ന് പറഞ്ഞാൽ സ്വർണത്തിന് സുഗന്ധം കൂടി ഉണ്ടാവുക എന്ന് പറയുന്ന പോലുള്ളൊരു സംഭവമാണ് ഈ കലിതാമാജിയുടെ വിജയത്തിലൂടെ BJP ഇന്ത്യക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത്, ലോകത്തിനും ഒരുപക്ഷെ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ആൾക്കാർ, ഏറ്റവും ദരിദ്രർക്കിടയിൽ നിന്ന് വരുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ ഒബ്സർവേഷൻ സ്കിൽ, അവർ ജീവിച്ച സാഹചര്യം, മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിൻ്റെ ഒരു നിരീക്ഷണ പാഠം അവർക്കുണ്ടാകും. നമ്മളിപ്പോൾ ചില പ്രദേശങ്ങളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ ചിലരോട് സംസാരിക്കുമ്പോൾ, അതായത് വളരെ പാവപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ നമ്മളോട് പറയാറില്ല. അതിനൊരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് അവർക്ക് തന്നെ സാധിക്കും എന്നുള്ളത് വളരെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് BJP അവിടെ ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അജയ് പാൽ ശർമ്മ, ഈ IPS സിംഗം എന്നൊക്കെ അറിയപ്പെടുന്ന UP-യിലെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അജയ് പാൽ ശർമ്മയെ ഇനി 5 വർഷവും കൂടി അവിടെ ബംഗാളിൽ തുടരുവാൻ വേണ്ടിയിട്ടാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് UP മോഡലിൽ അവിടെ ഒരു ക്ലീൻ ആക്കിയെടുക്കുക, ഒരു ഗുണ്ടാരാജിന് ഒരു അറുതി വരുത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമല്ലേ അത്? തീർച്ചയായിട്ടും. ബീഹാറിലെ ഗുണ്ടാരാജ് BJPയുടെ മുഖ്യമന്ത്രി ഇല്ലാതെ തന്നെ അവസാനിപ്പിച്ചു. BJPയുടെ കൂടെ പങ്കാളിത്തമുള്ള ഭരണത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു ഗുണ്ടാരാജ്, ജംഗിൾ രാജ് നടക്കുന്ന സംസ്ഥാനമെന്നുള്ള ആ സ്റ്റിഗ്മ ബീഹാർ എന്ന സംസ്ഥാനത്തിൽ നിന്ന് മാറ്റിയെടുത്തു, വിഭാടനം ചെയ്തു BJP. അതുപോലെ തന്നെ BJPയുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഉത്തർപ്രദേശിന് ആ ഗുണ്ടാരാജിൽ നിന്ന്, ഠാക്കൂർ മാഫിയയിൽ നിന്ന് ഒക്കെ, ജംഗിൾ രാജിൽ നിന്നൊക്കെ അദ്ദേഹം മോചിപ്പിച്ചു കഴിഞ്ഞു യാദവന്മാരുടെ ഭരണത്തിൽ. ഒരു കാര്യം കൂടി പറയാം ഈ സന്ദർഭത്തിൽ, ഇപ്പോൾ അവർ തീർച്ചയായിട്ടും മമതയെ തീർത്തു കഴിഞ്ഞു, അതുപോലെ തന്നെ AAPയെ തീർത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവിടുത്തെ സമാജ്വാദി പാർട്ടി തന്നെയാണെന്നാണ് പറയുന്നത്. ആ ലക്ഷ്യവും അവർ കൈവരിച്ചിരിക്കും. കാരണം പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്ന അത്രത്തോളം ആർജവമുള്ള ഒരു പാർട്ടിയാണ് BJP എന്ന് തെളിച്ചു. നക്സലിസം 2026 അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. എവിടെ നക്സലിസം? പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെ മാർക്സിസവും ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നൊരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നതെന്നും കൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. നക്സലിസത്തിൻ്റെ കാര്യം സാർ സംസാരിച്ചപ്പോഴാണ്, ഈ നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം തന്നെ മിനറൽ റിച്ച് ആയിട്ടുള്ള ധാതു സമ്പത്ത് കൊണ്ട് സമ്പന്നമായിട്ടുള്ള മേഖലകളാണ്. ഇപ്പോൾ ആ മേഖലകൾ ഈ നക്സൽ ബാധിത ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അടുക്കുവാൻ സാധിച്ചിരുന്നില്ല. ഈ പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ ഖനനം ആരംഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഖനനം ആരംഭിക്കുമ്പോൾ തന്നെ ധാരാളം ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ആ തൊഴിലവസരങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് അവിടുത്തെ ഭാഗത്തെ ജനതയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കി കൊടുക്കുവാനും പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുവാനുമുള്ള ഒരു അനുമതി ഇപ്പോൾ ഓരോ ഇടങ്ങളിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു അത്തരത്തിലൊരു ഈ മേഖല, അതായത് മാവോയിസ്റ്റ് മേഖലയിലേക്ക്, അതെ മേഖലയിലേക്ക് ഒരു അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പല മേഖല, ഇപ്പം ജാർഖണ്ഡിലായാലും ഛത്തീസ്ഗഡിലായാലും ഉള്ള ഇത്തരം മേഖലകളിലേക്ക് കടന്നു കയറുകയും അവിടെ മിനറൽ ധാതു ഖനനത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ കൊടുത്തുകൊണ്ടേയും ഇരിക്കുകയാണ്. പുതിയ വ്യവസായ സ്ഥാപനങ്ങളും അതിനോടനുബന്ധിച്ച് തുടങ്ങാനും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആ മേഖലയിലെ ദാരിദ്ര്യം തുടച്ചു നീക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നതാണ്. ബംഗാളിലും ഇതേമാതിരി ബംഗാളിൻ്റെ ഒരു ദാരിദ്ര്യം തുടങ്ങുന്നത് ഒരുപക്ഷെ സാറിന് തന്നെ അറിയാം, ചരിത്രത്തിൽ ഏറ്റവും സമ്പന്നമായ ബംഗാളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ സമയത്തും അതിനുശേഷവുമൊക്കെ ബംഗാൾ പിടിച്ചാൽ അത് ഇന്ത്യ പിടിക്കുന്നത് പോലെയാണ് എന്ന് ബ്രിട്ടീഷുകാരനെ കൊണ്ട് തോന്നിപ്പിച്ചതും ബംഗാളിൻ്റെ ആ സമ്പൽ സമൃദ്ധി കൊണ്ടാണ്. സിറാജുദ്ദൗളയുടെയൊക്കെ ആ സമയത്തുള്ള ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബക്സറും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുന്നതാണ്, ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ള കാര്യമാണ്. ആ ബക്സറിൻ്റെ സമയത്തൊക്കെയുള്ള ബംഗാളിനെ എങ്ങനെയാണ് ചരിത്രകാരന്മാർ വർണ്ണിച്ചതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ബംഗാളിനാണ് കഴിഞ്ഞ ഏകദേശം 50 വർഷത്തിൻ്റെ 5 ദശാബ്ദക്കാലം കൊണ്ട് ഈ രീതിയിലുള്ളൊരു തകർച്ചയിലേക്ക് അവിടെ എത്തി. ബംഗാളികൾ പല ഭാഗങ്ങളിലും ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമായി കൂലിപ്പണി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാകുകയും ചെയ്യുന്നത്. അതിനൊരു അറുതി ഇതോടുകൂടി ഉണ്ടാകും എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഓർക്കേണ്ട കാര്യം ധാതു നിക്ഷേപത്തെ പറ്റി പറഞ്ഞു. ധാതു നിക്ഷേപമുള്ള പ്രദേശങ്ങളിലെ ആദിവാസികളെ ഇത്രയും കാലം നക്സലേറ്റുകളും കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ ഫണ്ടമെൻ്റലിസ്റ്റുകളും റാഡിക്കലും എല്ലാം കൂടെ ചേർന്ന് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുകയായിരുന്നു. അതായത് നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ ഇന്ത്യക്കാർ കവർന്നുകൊണ്ടു പോവുകയാണ്, നിങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ല, നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് പോരാടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ സേനയെ
അതുപോലെ ഇന്ത്യൻ പോലീസിനെ, അർദ്ധ സൈനികരെ മുഴുവൻ അവിടെ കൊന്നുകൊണ്ടിരുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയക്കാർ, VC ശുക്ലയും കുടുംബവും, BJP-കാരല്ലവർ, കോൺഗ്രസ്സുകാരായിട്ടുള്ള കുടുംബത്തെ അങ്ങനെയുള്ള ആൾക്കാരെ മുഴുവൻ അവിടെ കുഴി ബോംബുകളുടെ സഹായത്തോടു കൂടി, ആദിവാസികളുടെ സഹായത്തോടു കൂടി കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ BJP വന്നതിന് ശേഷം അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി, അതൊരു പരിവർത്തനം അവിടെ ഉണ്ടായി. അതായത് ഈ ആദിവാസി കുടുംബങ്ങളിലേക്ക് റേഷൻ കൊടുക്കുക, അവരുടെ കുട്ടികൾക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് ജോലി കൊടുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ അവരുടെ വിശ്വാസം ഗവൺമെൻറ് ആർജിച്ചെടുത്തു. അല്ലെങ്കിൽ നക്സലിസം വിഭാടനം ചെയ്യാൻ നമുക്ക് കഴിയുമായിരുന്നില്ല ഈ 2026-ൽ. അതോടുകൂടി കാര്യങ്ങൾ, അതിൻ്റെ സത്യവും ആദിവാസികൾക്ക് മനസ്സിലായി. അവർ BJP ഗവൺമെൻറ്റിനോടൊപ്പം നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? BJP ഗവൺമെൻറ്റിന് അതിൻ്റെ സേനയ്ക്ക് ഇൻഫർമേഷൻ നൽകി. ആരെക്കുറിച്ച്? നക്സലുകളെക്കുറിച്ച്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിനോട് വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും വിജയത്തിന് പിന്നിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. ആ തത്വം മനസ്സിലാക്കിയിട്ടുള്ള പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ബംഗാളും വിജയിക്കാൻ കഴിഞ്ഞത്, നക്സലിസത്തിനെതിരെ വൻ വിജയം നേടാൻ കഴിഞ്ഞതും. ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും ഒക്കെ ഇത് വോട്ട് ചോരി എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ കാര്യം വരുമ്പോൾ അവിടെ വോട്ട് ചോരി എന്നൊരു വാക്കേ പറയുന്നില്ല. നാണമില്ലേ എന്ന് മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു കൊണ്ടിരിക്കുക. ഞാനല്ല, പൊതുജനം. ഇങ്ങനെ വോട്ട് ചോരി എന്നുള്ള കപടം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിനും അതിലും കഠിനമായിട്ടുള്ള ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ UDF ജയിക്കാൻ പ്രധാന കാരണം രാഹുൽ ഗാന്ധി അധികകാലം ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളത്. കാരണം പറയുന്നത് വിവരക്കേടുകൾ. ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുക്കുന്ന KC വേണുഗോപാലല്ലേ. പിന്നെ എങ്ങനെ ശരിയാവുന്നത്? അദ്ദേഹത്തിനെ പഠിപ്പിക്കുന്ന അധ്യാപകൻ, ആചാര്യൻ KC വേണുഗോപാല. പിന്നെ എങ്ങനെ വിവരം ഉണ്ടാകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുകയാണ് KC വേണുഗോപാൽ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ വിവരക്കേട് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് അപ്പം സെലക്റ്റീവായിട്ടുള്ള ചോരി എന്നാണ് പറയുന്നത്. അവർ ജയിച്ചെടുത്ത് നോക്കി. അല്ലാത്തടം ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ബാലക് ബുദ്ധി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഒരു ചൈൽഡിഷായിട്ടുള്ള, വെറും ശൈശവ സഹജമായിട്ടുള്ള ആ വാക്കുകളൊന്ന് തിരുത്താൻ വിവരമുള്ള ആരെങ്കിലും കോൺഗ്രസ്സിലുണ്ട്? വിവരമുള്ളവരുണ്ട്, പക്ഷെ മൗനം. അല്ലെങ്കിൽ അവർ പാർട്ടിയുടെ പുറത്തു പോകും. ശശി തരൂർ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ശശി തരൂർ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇത് വോട്ട് ചോരിയാണെന്ന്? പറഞ്ഞിട്ടില്ല, പറയില്ല അദ്ദേഹം. കാരണം വിവരമുണ്ട്, മൂളയുണ്ട്. ഈ പയ്യൻ അതില്ല. ഇത് എനിക്ക് തോന്നുന്നു വിഷ്ണു ശർമ്മ പണ്ട് ചെയ്തതുപോലെ 50 വയസ്സ് കഴിഞ്ഞല്ലോ. ബാലക് ബുദ്ധി ആയതുകൊണ്ട് പറഞ്ഞു. പഞ്ചതന്ത്രം കഥകൾ പറഞ്ഞു കൊടുത്തു പണ്ട് വിഷ്ണു ശർമ്മ ഇതുപോലൊരു രാജകുമാരന്. അദ്ദേഹം രാജകുമാരനാണല്ലോ ഇന്ത്യയുടെ. ആ പഞ്ചതന്ത്രം കഥകൾ ആരെങ്കിലും പറഞ്ഞ് കാര്യങ്ങൾ പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഇത് ഇന്ത്യക്ക് വലിയൊരു വിനാശമാണ്. കാരണം ദുഷ്ടൻ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞ പോലെ പൊട്ടനും ചിലപ്പോൾ ദുഷ്ടൻ്റെ ഫലം ചെയ്യും. അതിൻ്റെ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി എന്നാണ്. അതെ, അത് ഇപ്പം നമ്മൾ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡുകളിലൊക്കെ കാണുകയാണ്. കാരണം ഇന്ത്യയുടെ ഒരു സമ്പത്തിലേക്ക്, ഇന്ത്യയുടെ ഒരു സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു പ്രൊജക്റ്റ്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ മലാക്ക സ്ട്രീറ്റിനെ വളരെ സുരക്ഷിതമാക്കുവാൻ വേണ്ടിയുള്ളൊരു പദ്ധതി അട്ടിമറിക്കുവാനുള്ളൊരു, ചൈനയിൽ നിന്ന് ഇന്ത്യയുടെ രക്ഷ, അതെ, തീവ്രവാദികളിൽ ഇന്ത്യയുടെ രക്ഷ, കടലിലൂടെയുള്ള മയക്കുമരുന്നിൽ നിന്നുള്ള രക്ഷ, ഇതെല്ലാം മുന്നിൽ കണ്ട് ദീർഘദർശനത്തോടുകൂടി ദീർഘദൃഷ്ടിയോടുകൂടി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു അപകടമാണ്. പൊട്ടൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അദ്ദേഹം ശരിക്കും പൊട്ടനാണോ അതോ ഷൂഡായിട്ട്, വളരെ ഷൂഡായ പൊട്ടനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ, ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിലും പറയാതിരിക്കാൻ വയ്യ ഈ സന്ദർഭത്തിൽ. ഇപ്പോൾ ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞ് മമതയെ പിന്തുണയ്ക്കുമ്പോൾ ഈ മുഖം കണ്ടാൽ തന്നെ അറിയാൻ നെഹ്റു ഫാമിലിയിലെ മറ്റുള്ളവരെ പോലെ അല്ല അദ്ദേഹത്തിൻ്റെ മൂലം. സാധാരണ ഒരു കുറ്റമായിട്ട് ഞാൻ പറയല്ല, എനിക്ക് അദ്ദേഹത്തോട് സഹതാപമുണ്ട്. ഓട്ടിസത്തിൻ്റെ ബാധയേറ്റ കുട്ടികൾ ഞാനിതിപ്പോൾ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടിയിട്ടോ ഒന്നും പറയുന്നതല്ല, ഒരു അനുതാപത്തോടു കൂടി എൻ്റെ മക്കൾക്ക് ഇത് വരാം, എനിക്കിത് വരാഞ്ഞത് ദൈവത്തിൻ്റെ ഒരു കരങ്ങളുടെ ശക്തി എന്ന് മാത്രമേ ഞാൻ പറയാൻ പറ്റൂ. ആർക്കും വേണമെങ്കിലും ഇത് വരാമല്ലോ, നമ്മുടെ കുട്ടികൾക്കോ അനന്തര തലമുറകൾക്കോ വരാതിരിക്കട്ടെ, ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ലക്ഷണമുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, നേരത്തെയും ശരിക്കും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ നിരീക്ഷിച്ചൊരു കാര്യമാണ്. അതിൻ്റെ ഒരു ബുദ്ധിശൂന്യത, മാന്ദ്യം അദ്ദേഹത്തിൻ്റെ തലച്ചോറിനുണ്ട്. ശരീരത്തിന് നല്ല ശക്തിയാണ്, പക്ഷേ തലച്ചോറിന് അതുപോലുള്ള ശക്തിയില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ഇങ്ങനെയൊക്കെ പറയുന്നില്ല, കോൺഗ്രസ്സുകാർക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. കോൺഗ്രസ്സുകാർക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ നെഹ്റു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളൊരൊറ്റ കാര്യം, അതാണ് സവർണ അല്ലേ, അതെ സവർണ പിന്നെ സവർണർക്ക് പിന്നാലെ പോകുന്നു എന്ന് പറയുന്നത്. കോൺഗ്രസ് അങ്ങനെ പോവുകയാണ്. ആ കുടുംബത്തിൽ ജനിച്ചതിൻ്റെ മകൻ അതാണ് ശരിക്കും പരിവാർവാദം.
സംഘപരിവാർ അല്ല. അത് പരിവാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ആകെ കുടുംബമായിട്ട് കാണുന്നു. ഇദ്ദേഹം നെഹ്റു ഫാമിലിയെ മാത്രം കുടുംബമായിട്ട് കാണുന്നു. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അവരുടെ പ്രതിമകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇങ്ങനെയാണ്. അവരുടെ ഓരോ സ്ഥാപനങ്ങൾക്കും പിന്നെ സ്റ്റേഡിയങ്ങൾക്കും എല്ലാം അവരുടെ പേരിട്ട് വയ്ക്കുന്നു. ഇന്ത്യ മുഴുവൻ അവരുടേതാക്കി മാറ്റുന്നു. ഇനി മമതയിലേക്ക് തന്നെ തിരിച്ചെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മമത ഇപ്പോൾ രാജിവെക്കില്ല എന്ന് പറയുന്നതുകൊണ്ട് ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 10-15 വർഷക്കാലം മമതയുടെ ഒരു ഭരണം ഈ വല്ലാതെ രീതിയിൽ ഭീകരവാദം വളർന്നിട്ടുണ്ട് ബംഗാളിൽ പ്രത്യേകിച്ചും. കാരണം മമത ഈ അക്രമ പ്രവർത്തനങ്ങൾക്കല്ല, അവിടുത്തെ തന്നെ മുസ്ലിംസ് തന്നെ പറഞ്ഞതാണ്, അക്രമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മമത ഞങ്ങളെ ഉപയോഗിച്ചത്. ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കളെ വിരട്ടുക തുടങ്ങിയ കാര്യങ്ങൾ, അല്ലാതെ ഞങ്ങൾക്കും വലിയ പുരോഗതിയൊന്നും ഉണ്ടായില്ല. അതാണ് ഈ 34% അല്ലെങ്കിൽ 40% മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ പോലും BJP വിജയിക്കാനുള്ള ഒരു കാര്യം സത്യം അവർ തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ ഒരു സാധ്യതയെ മുൻനിർത്തിക്കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്തായിരിക്കും എൻ്റെ പിന്നിലെ വാസ്തവം? വാസ്തവമാണ്. വാസ്തവത്തിൽ മോദി കാണിച്ച കാര്യങ്ങൾ പണ്ടേ നെഹ്റുവിന് ചെയ്യായിരുന്നു. അദ്ദേഹത്തെ പിന്തുടർന്നു വന്ന ശാസ്ത്രിക്ക് ചെയ്യായിരുന്നു. പിന്തുടർന്നു വന്ന ഇന്ദിരാഗാന്ധിക്ക് ചെയ്തായിരുന്നു. അവർക്ക് ഒന്നും അത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഈ മുസ്ലിം പ്രീണനത്തിൻ്റെ ഫലമാണ്. അവരൊക്കെ നല്ല പിള്ളമാരാകാൻ ആഗ്രഹിച്ചു. അവർക്കാരെയും വേദനിപ്പിക്കാനോ വെറുപ്പിക്കാനോ ആവശ്യമില്ല. സത്യമായിട്ട് കണ്ടുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഉള്ള കൂടിയുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയിൽ ഈ വർഗീയത ഇത്രമാത്രം വളർന്നത്. ഡെമോഗ്രഫി ഉപയോഗിച്ചുകൊണ്ട് ഡെമോക്രസിയെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഇച്ഛാശക്തിയോടുകൂടി മോദിയും അതുപോലെ തന്നെ അമിത്ഷായും അടങ്ങുന്ന ടീം ഇതെല്ലാം വളരെ വർഷങ്ങൾക്ക് അപ്പുറത്തേക്കുള്ളൊരു കാഴ്ചപ്പാട് കൂടി. അതായത് 2047 ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഈ ദുഷ്ടതകൾ ശരീരത്തിൽ നിന്ന് നീക്കിയില്ലെങ്കിൽ ആ വികസനം ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി മുന്നോട്ട് ഇച്ഛാശക്തിയോടുകൂടി പോയതിൻ്റെ എന്താ പറയുന്നത് ഡിവോഷൻ, അർപ്പിത മനസ്സോടെ പോയതിൻ്റെ ഒരു കാര്യമാണ്. മറ്റേ നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര തലത്തിൽ പേരെടുക്കുക എന്നുള്ളതായിരുന്നു. ശാസ്ത്രി കുറച്ചുകൂടെ ഭേദമായിരുന്നു. പാകിസ്ഥാനെതിരെയുള്ള യുദ്ധത്തിൽ നല്ല ഒന്നാം തരക്കാരുടെ കഴുത്തിന് കുരുക്കിട്ടു നമ്മുടെ ടാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വാഗാ ബോർഡറിൽ അവർക്ക് നല്ല മറുപടി കൊടുത്ത ആളാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ മരിച്ചുപോയത്. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും കുറച്ചൊക്കെ ഉണ്ടായി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബംഗ്ലാദേശിന്റെ വിമോചനം, അതിന്റെ ഒന്നാം തരം ബാങ്ക് നാഷണലൈസേഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് തിരിച്ചടിയാണ്. ബംഗ്ലാദേശിന് വലിയ ശാപമാണ്. ഇപ്പോൾ പ്രൈവറ്റ് ആയതിനു ശേഷമാണ് ശരിയായ സേവനം അതിൽ നിന്ന് ലഭിക്കുന്നത്. മറ്റേ സർക്കാർ ജീവനക്കാരെ പോലെ ലോൺ കൊടുക്കില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മണിക്കൂറുകളാണ്. പൊളിറ്റീഷ്യൻസ്, രാഷ്ട്രീയക്കാർ വലിയ രീതിയിൽ വിനിയോഗിച്ചത് അതാണ് കാരണം. പ്രൈവറ്റൈസേഷൻ കൊണ്ട് നമ്മുടെ ലിബറലൈസേഷനിൽ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഇക്കോണമിയിൽ വരുത്താൻ പറ്റും. അങ്ങനെ വരുത്തിയെങ്കിൽ മാത്രമേ ആ ട്രിക്കിളിംഗ് ഡൗൺ, ഇത് ഞാൻ പറഞ്ഞതല്ല, മൻമോഹൻ സിംഗ് പറഞ്ഞ ട്രിക്കിളിംഗ് ഡൗൺ ഇഫക്റ്റ് വരൂ. പാവങ്ങളിപ്പോൾ നോക്കൂ, മധ്യവർഗ്ഗക്കാരായിട്ട് മാറി, തീരെ താഴെത്തട്ടിലോ. എന്തുകൊണ്ടാണിത്? ലിബറലൈസേഷൻ വന്നുകൊണ്ടാണ്. സോഷ്യലിസവും കമ്മ്യൂണിസവും നിരുന്ന ബംഗാളിൽ എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്? വേലക്കാരികൾ അവിടുന്ന് ജോലി ചെയ്യാൻ, വീട്ടുവേല ചെയ്യാൻ ആൾക്കാർ കേരളത്തിലേക്ക് വരികയാണ്. അവരുടെ ഗൾഫായിട്ട് ലേബേഴ്സ് ഇന്ത്യ മൊത്തം ഒരു സ്കാവഞ്ചേഴ്സിനെ പോലെ തീരുകയാണ്. അതിൻ്റെ അപ്പോൾ സോഷ്യലിസം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടോ? അപ്പോൾ ഈ സോഷ്യലിസം കമ്മ്യൂണിസം ഒക്കെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? പട്ടിണി വേണം. ആ പട്ടിണിയിൽ നിന്ന് ആദ്യമേ തന്നെ മോചിപ്പിച്ചു. ഏതാണ്ട് 26% ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ചു എന്നാണ് മോദി ഗവൺമെൻറ്റിനെ പറ്റിയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് ഞാൻ പറയുന്ന കണക്കല്ല, കണക്കുകൾ ശരിയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് പറയുന്ന സർവേയുടെ അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ പട്ടിണി മാറ്റി, പാവപ്പെട്ടവരൊക്കെ ഏതാണ്ട് മിഡിൽ ക്ലാസ് ആയിട്ട് മാറി. അങ്ങനെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യയിൽ നടന്നു. അപ്പോൾ പാവങ്ങളെന്ന് പറയുന്നതാണ് ശരിക്കും ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പാവപ്പെട്ട അവസ്ഥയിൽ തന്നെ നിലനിർത്തുക. ഇറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോവർട്ടി എന്ന് വിവരമുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പോവർട്ടിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് കമ്മ്യൂണിസം ചെയ്യുന്നത്. ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എല്ലാവരും കിടന്ന് പട്ടിണി കിടക്കുക, കരയുക. അതാണ് ഇതിവരുടെ ഇക്കോ സിസ്റ്റം. ആ ഇക്കോ സിസ്റ്റത്തെ പാടെ മാറ്റിക്കൊണ്ട് ഇന്ത്യയിലെ ആൾക്കാരെ പണമുള്ളവരാക്കി, പ്രബലന്മാരാക്കി. നമ്മൾ നോക്കൂ, നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ മതി. മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന മോസ്റ്റ് പവർഫുൾ ആയിട്ട് മാറി. ഇവിടെ നിന്ന് ഈ മമതയിലേക്ക് വന്നാൽ, ബംഗാളിലേക്ക് വന്നാൽ, ബംഗാളിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജയ് പാൽ ശർമ്മയ്ക്ക് അടുത്തൊരു 5 വർഷത്തെ ടേം ഡെപ്യൂട്ടേഷനിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഫൈനൽ ആഫ്റ്റർ എഫക്റ്റ്? അതായത് ഭീകരവാദികൾ അവിടം വിട്ട് ഓടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തില്ലേ? അതുമാത്രമല്ല, അജയ് പാൽ ശർമ്മയിലൂടെ മാത്രമല്ല സാധിക്കുന്നത്. അവിടെ ഇപ്പോൾ എത്രയും സമാധാനപരമായിട്ട് 2 ഘട്ടമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലും പഴയതുപോലെ അക്രമങ്ങൾ ഉണ്ടാകാതെ ഇരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്
അവിടെ കേന്ദ്ര സേനകളെ വിന്യസിച്ചിരുന്നു. അല്ല, അതോടൊപ്പം തന്നെ ഈ 5 വർഷത്തോളം ഈ ഡെപ്യൂട്ടേഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയില്ലേ അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും എന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. അജിത് ഡോവലിനെ നമ്മുടെ സുരക്ഷാ മേധാവിയായിട്ട് തെരഞ്ഞെടുത്തോടുകൂടി വലിയൊരു മാറ്റം ഉണ്ടായില്ലേ എന്ന് അദ്ദേഹത്തിനെ നിലനിർത്തിയത് കൊണ്ട് ഇതാ അജ്ഞാതന്മാർ പോയിട്ട് ഭീകരന്മാരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടു. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഭീകരന്മാർ അവരുടെ മാളങ്ങളിലിരുന്ന് വേർക്കുകയാണ്. എപ്പോഴാണ് എൻ്റെ ഊഴം വരുന്നതെന്ന് വിഴക്കുകയാണ്. ഇതുപോലെ അന്തരീക്ഷം ഭീകരന്മാർ ഇന്ത്യയെ പേടിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടോ? അതുവരെ ഇന്ത്യ ഭീകരന്മാരെ പേടിച്ച് ഇടിവേ വരുമോ, നമ്മുടെ മുംബൈയിൽ ഇനിയും വരുമോ ഒക്കെ, കസാബ് വരുമോ എന്നൊക്കെ പേടിച്ചിരിക്കുകയല്ലായിരുന്നു നമ്മൾ. മാറിയില്ല ഇക്കോ സിസ്റ്റം. അതുപോലെ ബംഗാളിന് അതിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെ ഗുണ്ടാരാജ്, മാഫിയ, അതുപോലെ തന്നെ റാഡിക്കലിസ്റ്റുകൾ, അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറി വന്നവർ, അവരൊക്കെ ഇപ്പോൾ സ്ഥലം വിട്ടല്ലോ. മമത ഡൗൺ ആയെന്ന് അറിഞ്ഞപ്പോഴത്തെ സ്ഥലം വിട്ടു. ഇനിയിപ്പോൾ സംഭവിക്കും ഒരു സമൂലമായ മാറ്റം തന്നെ ബംഗാളിൽ ഇനി ഉണ്ടാവും. കേന്ദ്രസേന അടുത്ത 2 മാസത്തേക്ക് ഉണ്ടാവും. മമതാ ബാനി കസേരയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാതെ അള്ളിപ്പിടിച്ചിരിക്കുന്ന നാണം കെട്ട ട്രംപ് പണ്ട് ക്യാപിറ്റോളിൽ ചെയ്തതുപോലെയുള്ള ഒരാളാണ് ഈ സ്ത്രീ. ട്രംപും ഇവരും തുല്യമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം ജനറലായിട്ടും കൂടെ ഞാൻ പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ്. ഇവിടുത്തെ സ്റ്റാലിൻ, തമിഴ്നാട്ടിലെ സ്റ്റാലിൻ, അതുപോലെ തന്നെ ബംഗാളിലെ മമത ആജീവനാന്ത കാലം ആചന്ദ്രതാരകം ഭരണത്തിലിരിക്കാമെന്ന് വിചാരിച്ച അവരുടെ ധാർഷ്ട്യം ഈ ജനതരംഗത്തിൽ കടപുഴകി വീണതിൻ്റെ ഒരു രേഖ കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈശ്വരന്മാരെ ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള ഇവിടെയും വേറൊരു കോണാലിറ്റിയിലും കൊണ്ടുണ്ടല്ലോ. ശബരിമല സ്വർണ്ണക്കൊള്ള ഇവിടേക്ക് പോയാൽ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തിരുപ്പുറംകുണ്ട്രം, ബംഗാളിലേക്ക് പോയി കഴിഞ്ഞാൽ കാളിമാതാവ്. അതെ, അസൻസോളിലെ മമത തോറ്റതേ ഉള്ളൂ. അസൻസോളിലെ ദുർഗാക്ഷേത്രം തുറന്നു നിൽക്കും. അതുപോലെ തന്നെ അവിടുത്തെ വിളക്കു തൂണിൽ ഇനി ഭദ്രദീപം തെളിയും എന്നത്തേക്ക് വേണ്ടി കാർത്തിക ദീപം, അങ്ങ് പറഞ്ഞ തിരുപ്പരംകുണ്ട്രം. അപ്പോൾ നമുക്ക് ആരാധിക്കാൻ വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും. ശബരിമലയിൽ ഇനി യുവതികൾ ഒരിക്കലും പ്രവേശിക്കാനും പോകുന്നില്ല. നോക്കിക്കോളൂ, ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയിരിക്കുക സുപ്രീം കോടതിയാണ്. ആ തരത്തിൽ നിങ്ങളാരാ മുഖ്യമന്ത്രിയാണോ പരാതി കൊടുക്കാൻ പോയവരോട് യോജിച്ചിരിക്കുകയാണ്? നിങ്ങളാരാ മുഖ്യമന്ത്രിയാണ്, മുഖ്യ പൂജാരിയാണ്? നിങ്ങൾക്ക് എന്തായാലും കാര്യം പാട് നോക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പം അങ്ങനെ സത്യത്തിൽ വിശ്വാസികൾക്കും നേരെ ചൊവ്വേ ചിന്തിക്കുന്നവർക്കും ദേശീയത അവരുടെ ഒരു ഭക്തിയായിട്ട് കൊണ്ട് നടക്കുന്നവർക്കും ലഭിച്ച വലിയൊരു വരദാനമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.